നെഞ്ചിനൊരു ഭാരം പോലെ, ഒരു വേദന പോലെ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ, നെഞ്ചിടിപ്പ് കൂടുക, വിയർക്കുക. അതായത് യൂഷ്വലി പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്കിന് സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. പാനിക് ഡിസോർഡർ പേഷ്യൻസ് യൂഷ്വലി നമ്മുടെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഒ പിയിലേക്ക് വരാം. സൈക്യാട്രി ഒ പിയിലേക്ക് നേരിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പേഷ്യൻസ് അല്ല ഇവർ. അത് യൂഷ്വലി നമുക്ക് റെഫറലായിട്ട് കാർഡിയോളജിന്നോ പൾമനോളജിന്നോ ഒരു ജനറൽ ഫിസിഷ്യനൊക്കെ നമുക്ക് റെഫറലായിട്ട് യൂഷ്വലി വിടുന്ന പേഷ്യൻസാണ് പാനിക് ഡിസോർഡർ പേഷ്യൻസ്. അവരുടെ പ്രസൻറ്റേഷൻ യൂഷ്വലി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ കാഷ്വാലിറ്റിയിലായിരിക്കും കൂടുതൽ. അവർക്ക് നെഞ്ചിനൊരു ഭാരം പോലെ, ഒരു വേദന പോലെ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ, നെഞ്ചിടിപ്പ് കൂടുക, വിയർക്കുക. അതായത് യൂഷ്വലി പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്കിന് സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. കൃത്യമായി പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ഇംപെൻഡിങ് ഡൂം എന്നാണ് പറയുന്നത്. അതായത് മരിക്കാൻ പോകുന്ന ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക, അതുപോലെ ആയിരിക്കും പാനിക് അറ്റാക്ക് വരുമ്പോൾ പേഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യുക. യൂഷ്വലി അവർക്ക് കാഷ്വാലിറ്റിയിലും ആയാലും ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. യൂഷ്വലി ഒരു ECGയോ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ ചെയ്ത് റൂൾ ഔട്ട് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു കാർഡിയോളജിസ്റ്റിന് വരെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനെ കുറിച്ചൊരു ഊഹം ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് റെഫറലായിട്ട് യൂഷ്വലി വരുന്നത്. യൂഷ്വലി പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ആണ് സംഭവിക്കുന്നത്. ചില ആളുകൾക്ക് സ്ട്രെസ്സ് മൂലം ഇത് വരാറുണ്ട്. എന്നാൽ എല്ലാ തവണയും നമുക്കൊരു സ്ട്രെസ്സ് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഒരു സ്ട്രെസ്സും ഇല്ലാതെയും ഔട്ട് ഓഫ് ദ ബ്ലൂ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് പാനിക് അറ്റാക്ക് വന്ന് എണീറ്റ് ശ്വാസം കിട്ടാതിരിക്കാം. അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി ട്രീറ്റ്മെൻറ്റിനോട് വളരെയധികം നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക.